കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോയിൽ കുറേയധികം ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ്ലി ഒരു ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ സാംസങ്ങിൻ്റെ ഇഷ്യൂ. അപ്പം നമ്മുടെ S22 അൾട്രയുടെ ഈ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ. സോ ഫൈനലി അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തോളാനാണ് പറഞ്ഞത്. അതായത് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എക്സ്ട്രാ എനിക്കൊരു കോൾ വന്നിരുന്നു. നമ്മുടെ ചെന്നൈയിൽ നിന്നാണ് കോൾ വന്നത്. മലയാളിയായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, സാർ നിങ്ങൾ ഓൾറെഡി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്, സാറിന് സർവീസ് സെൻറ്ററിലേക്ക് ചെന്നാൽ മതി, ഡീറ്റെയിൽസ് എല്ലാം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ 3 വീക്സ് മേളിലായി ഏകദേശം നമ്മുടെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട്. എനിവേ, കുറച്ച് ടൈം എടുത്തു, കുറച്ച് ക്ഷമയോടുകൂടി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ട് 25 അല്ലെങ്കിൽ 26,000 കൊടുക്കാതെ ഈ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊസീജിയറിലേക്ക് എത്തി, വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ്. ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് കിട്ടില്ല. ഇനിയും ഞാൻ പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോയിൽ കുറേയധികം ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിനി വേറൊരു കാര്യം പറയാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടൺ ഇടാം, നിങ്ങളിതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഓക്കെ, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എങ്കിലും ആ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി എങ്ങനെ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും, അതായത് 1 ഇയർ വാറൻറ്റിക്ക് ശേഷം നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഫോൺ എടുക്കുമ്പോൾ പ്രൊട്ടക്ഷൻ പ്ലസും ഒരു അഡീഷണൽ വാറൻറ്റി എടുക്കാൻ പറ്റും. അതായത് 3499 മുതൽ 999 വരെയുള്ള ഒരു പാക്കേജ് ഉണ്ട്. അതിൽ ഡിസ്പ്ലേയും അല്ലെങ്കിൽ ഫുൾ വാറൻറ്റി അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡാമേജ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് 999 എങ്കിലും നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ആക്സിഡൻറ്റിലൂടെ അല്ലെങ്കിൽ ഈ പ്രോസസ്സിലൂടെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഒരു 999 കൂടെ അല്ലെങ്കിൽ 1499 അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ അത് പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഫോൺ എടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ പോകേണ്ടി വരും. പ്രത്യേകിച്ച് S സീരീസിൻ്റെ മോഡൽസിനൊക്കെ നല്ല പ്രൈസാണ്. 20K മേളിലോട്ടാണ് ഡിസ്പ്ലേയുടെ റേറ്റ് വരുന്നത്. അപ്പം 22 അൾട്രയ്ക്ക് 26 വരുന്നെങ്കിൽ S20 അല്ലെങ്കിൽ S21, S22 അങ്ങനെയുള്ള മോഡൽസിനൊക്കെ 20 ഒക്കെ എബോവ് വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ റേറ്റ്. സോ നമ്മൾ അത്രയും കാശ് മുടക്കി ചെയ്യുന്നതിന് പകരം ആഫ്റ്റർ വാറൻറ്റിക്ക് ശേഷമാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഡിസ്പ്ലേ ഇനി മാറിയാലും ഗ്രീൻ സ്ക്രീൻ വരത്തില്ല എന്ന് നമുക്കൊന്നും തീർച്ചയായിട്ടും വരാതിരിക്കാം. എനിവേ, നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സോഫ്റ്റ്വെയറിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഫേംവെയർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഈ ഇഷ്യൂ വരുന്നത്. ചിലപ്പോൾ ചില ലോട്ടിലുള്ള ഹാർഡ്വെയറിൻ്റെ ക്വാളിറ്റി മോശമായാലും ഇതുപോലെ ഈ അപ്ഡേഷന് ശേഷം ഇങ്ങനെ ഇഷ്യൂ വരുന്നതായിട്ട് പറയപ്പെടുന്നു. നമ്മുടെ ഷസാം പറഞ്ഞ ഒരു വീഡിയോയിൽ അങ്ങനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആഫ്റ്റർ വാറൻറ്റിക്ക് ശേഷം ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയി യാതൊരു കാര്യമില്ല വാറൻറ്റി ഇല്ലാതെ. വാറൻറ്റിക്ക് ശേഷം പോയിട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം വേസ്റ്റേജാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് എക്സ് അല്ലെങ്കിൽ നമ്മുടെ പഴയ ട്വിറ്റർ അതിൽ കയറിയിട്ട് നിങ്ങളുടെ നിലവിലുള്ള ഇതിൻ്റെ ഇഷ്യൂസ് ഫോട്ടോസൊക്കെ എടുക്കുക. അതിനുശേഷം ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ എഴുതുക. സാംസങ് ഇന്ത്യ മൊബൈൽ, സാംസങ് USA, സാംസങ് ഇലക്ട്രോണിക്സ്, കുറേ സാംസങ്ങിൻ്റെ പേജസ് കാണും. എല്ലാം ടാഗ് ചെയ്യുക, പോസ്റ്റ് അങ്ങ് ചെയ്തേക്കുക, അങ്ങനെ പോസ്റ്റ് അങ്ങ് പിടയ്ക്കുക. ആ പോസ്റ്റ് പിടച്ചതിന് ശേഷം നമുക്കൊരു മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കോ നിങ്ങൾക്ക് ട്വിറ്ററിൽ ഇൻബോക്സിൽ ഒരു മെസ്സേജ് വരാൻ, ഉറപ്പായിട്ട് മെസ്സേജ് വരും. അതിൽ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ മെയിൽ ID, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ 2 നമ്പരെങ്കിലും കൊടുക്കണം. കാരണം ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ അവർ വിളിച്ചോളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ പിന്നെയുള്ളത് ക്ഷമയുടെ ഒരു പ്രോസസ്സാണ്. ക്ഷമ വേണം കണ്ടിന്യൂ, ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല, ഈ സംഭവം നമുക്ക് മാറി കിട്ടത്തില്ല. കാരണം നമ്മൾ കണ്ടിന്യൂ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് അവർ വിളിക്കും, സംസാരിക്കും. ഫിസിക്കൽ ഡാമേജോ മറ്റു കാര്യങ്ങളോ, ഞാനൊരു പോയിന്റ് പറയാം. നിങ്ങളിതൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫോൺ താഴെ പോയിട്ട് ചളുക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സിൽ പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് ഡിസ്പ്ലേ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. 3 വർഷത്തിനുള്ളിൽ. 3 വർഷത്തിന് ശേഷമുള്ളതിന് ഇതുപോലെ മാറി കിട്ടത്തില്ല. പിന്നെ
ഡിസ്പ്ലേ വൺസേ മാറി തരത്തുള്ളൂ. വിവോയും ഓപ്പോയും വൺ പ്ലസും ഒക്കെ അൺലിമിറ്റഡ് ആണ് എന്നാണ് ഞാൻ അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ കസ്റ്റമർ കെയറിൽ നിന്നൊക്കെ കോൾ വരും, അത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ശേഷം ഇൻവോയ്സ് കീപ്പ് ചെയ്യുക. നിങ്ങളിപ്പം ഫോണ് മൈജിന്നോ അല്ലെങ്കിൽ ഓക്സിജൻ അങ്ങനെയുള്ള ഷോറൂം ഓതറൈസ് നല്ല ഷോറൂമുകളിൽ പോയിട്ട് ഫോൺ വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഇൻവോയ്സ് കിട്ടും കൃത്യമായിട്ട്. ഇനി ഇൻവോയ്സ് നഷ്ടപ്പെട്ടാലും നമുക്ക് ഇൻവോയ്സ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. കാരണം അവരുടെ സിസ്റ്റത്തിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇൻവോയ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. എല്ലായിടത്തും അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇൻവോയ്സ് മൈജിന്നായിരുന്നു ഞാൻ ഫോൺ എടുത്തത്, പക്ഷേ എനിക്ക് അവിടുന്ന് ബില്ല് കിട്ടി. അങ്ങനെ ബില്ലും ജോബ് കാർഡും ഒക്കെ നമ്മൾ ഉള്ള കോൺടാക്റ്റിന് ശേഷം അവർ പറയുന്ന രീതിയിലുള്ള ബില്ല് ജോബ് കാർഡെല്ലാം മെയിൽ ചെയ്തു. വീണ്ടും പല ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഹിന്ദിയിൽ ഇംഗ്ലീഷിലായിരിക്കും ആദ്യത്തെ കുറേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഫൈനൽ പ്രൊസീജിയറിലായിരിക്കും ഇവിടുത്തെ സർവീസ് സെൻ്ററോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലയാളി ആയിരിക്കും. കേരളത്തിൽ നിന്നാണെങ്കിൽ മലയാളി ആയിരിക്കും വിളിക്കുന്നത്. ചെന്നൈയിൽ നിന്നായിരിക്കും മിക്കവാറും കോൾ വരുന്നത്. അങ്ങനെ പ്രൊസീജിയർ പോകുന്നു. അപ്പം ഒരു 2 മുതൽ 3 ആഴ്ച വരെ ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒരു 25,000 രൂപയിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. ഒരു 600 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്പ്ലേ മാറ്റിയെടുക്കാൻ പറ്റും വിത്തൗട്ട് എനി ഫിസിക്കൽ ഡാമേജ്. ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കിട്ടത്തില്ല. അതാണ് അവർ ചെക്ക് ചെയ്യുന്നതും. ഹാർഡ്വെയറിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. സോ നിങ്ങൾ 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറുമായിട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. വൺസ് എങ്കിലും നിങ്ങൾക്ക് മാറി കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതുവരെയും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ നിരന്തരം മെയിൽ ചെയ്യുക. അവർ പറയുന്ന മെയിലിന് നമ്മൾ റിപ്ലൈ കൊടുത്താൽ മതി. റിപ്ലൈ ചെയ്യുക. എങ്ങനെ പോയാലും 2-3 വീക്സിനുള്ളിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കിട്ടും. യെസ്റ്റർഡേ എനിക്കൊരു കോൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കോൾ വന്നിരുന്നു. അപ്പം മലയാളിയായിരുന്നു, മദ്രാസിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തോളൂ, സാറിന് എപ്പോഴാണ് സൗകര്യം ആ സമയത്ത് സബ്മിറ്റ് ചെയ്തോളാണ് പറഞ്ഞത്. 3 ഡേയ്സിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്തു തരാമെന്നാണ് അവർ പറയുന്നത്. 3 ഡേയ്സ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഫൈൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ബാക്കപ്പ് ചെയ്യണമെങ്കിൽ മെയിൻ്റനൻസ് മോഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെയിൻ്റനൻസ് മോഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ സംഭവം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അദ്ദേഹം ആ ഒരു കമൻറ്റ് ചെയ്തപ്പോൾ വളരെയധികം ഹെൽപ്ഫുള്ളായി. സോ നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ എമിൽ സൈനിങ് ഓഫ്.